5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ബിഗ് ബോസ് അഖിൽ മാരാർ വീണ്ടും ഒന്നുകൂടി എയറിലായി. ആദ്യം അയാൾ പലപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് തെറ്റി ഇങ്ങനെ പോവുകയാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പിന്നെ ഈ കാശ്മീരിൻ്റെ കഥ പറഞ്ഞു, പിന്നെ ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞു, ബലൂചിസ്ഥാനെ കൊണ്ടാണ് ഈ ഭീകരവാദികൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു, പാകിസ്ഥാൻ്റെ കഥ പറഞ്ഞു. ഇങ്ങനെ പല കഥകൾ പറഞ്ഞ് നമ്മുടെ അഖിൽ മാരാർ എയറിൽ കയറി. അവസാനം നമ്മുടെ ഒരു ചാനലുമായി ബന്ധപ്പെടുത്തി, ഒരു ഓൺലൈൻ ചാനലുമായി ഡിജിറ്റൽ ചാനലുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ ഒരു ഒന്നര സംഖ്യയാണ്, ഒന്നൊന്നാന്തരം BJP ആണ്, ഞാൻ സംഖ്യയാണ്. പക്ഷേ എന്നിട്ടും എനിക്ക് ഇങ്ങനെ സംഖ്യകളിൽ നിന്ന് ഇത്രയും തല്ല് കിട്ടിയിരിക്കുന്നു, അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞതൊരു നാക്കുപിഴയാണ്, വലിയ അബദ്ധമാണ് പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഈ സെലിബ്രിറ്റികളാവുന്നവർക്ക് ഇങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റി. ഇപ്പോൾ രാഹുൽ ഈശ്വർ, അദ്ദേഹം എന്താണ് പറയണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഒരു ദിവസം കാണാം, രാഹുൽ ഈശ്വർ ഒരു ദിവസം നോക്കിയപ്പോൾ കാണാം ഭാരതാംബയുടെ ചിത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയ പതാക എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊന്നും യാതൊരു ബന്ധമല്ല. ഇന്ത്യക്ക് ദേശീയ പതാക തീരുമാനിച്ചത് 47-ലാണല്ലോ. അതിന് 47 മുമ്പുള്ള ഭാരതാംബയും 47-ന് ശേഷം വന്ന ദേശീയ പതാകയും തമ്മിൽ കമ്പയർ ചെയ്യുകയും ഇപ്പോൾ ദേശീയ പതാകയാണ് അല്ലെങ്കിൽ ഭരണഘടനയാണെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട. അതിന് മുമ്പേ ഭാരതാംബയുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അഖിൽ മാരാർ ഈ ടീമിൽ ചെന്ന് പെട്ടു. ഇവരൊക്കെ സെലിബ്രിറ്റി ആയതാണ് തമാശ എന്ന് പറഞ്ഞു. ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പരിപാടിയിൽ വരുന്നു, മോഹൻലാലുമായി അഭിനയിക്കാൻ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ടീം ലീഡറായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വരാൻ കഴിയുന്നു. അതിനുശേഷം ഇവരങ്ങ് കേരളത്തിലെ സാംസ്കാരിക നായകരാണ്, ഇവർ അഭിപ്രായം പറയുന്നവരാണ്, ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്നവരാണ്. ഒരുപാട് ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നു, അതൊക്കെ പോകട്ടെ, അതൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരം. പക്ഷേ സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്തൊക്കെ അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആളുകളായിട്ട് മാറുകയാണ്. എത്ര പരിതാപകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ. ലോകത്തെല്ലായിടത്തും അഭിപ്രായ രൂപീകരണം നടത്തുന്നവരാണ്. അവിടുത്തെ എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, സാഹിത്യകാരന്മാർ, ടെക്നോക്രാറ്റുകളൊക്കെയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അഭിപ്രായ രൂപീകരണങ്ങൾ നടത്തുന്നത്. അഭിപ്രായം പറയുന്ന ഒരുപാടുണ്ടായി, പക്ഷേ എങ്കിലും സമൂഹത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ അഭിപ്രായ രൂപീകരണം നടത്തുന്ന വളരെ വലിയ വ്യക്തിത്വങ്ങളാണ് നടത്തി. നമുക്കിവിടെ സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നു, അതുപോലെ തുടങ്ങിയിട്ടുള്ള MN വിജയൻ മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഇപ്പോൾ അഖിൽ മാരാർമാർ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത പറയുക, പിന്നെ തിരുത്തി പറയുക, മാപ്പാന്ന് പറയുക, ആളുകളെ തെറി പറയുക, ഇഷ്ടമുള്ള ഭാഷ ഉപയോഗിക്കുക, അങ്ങനെ വലിയ രൂപത്തിലാണ് ഇപ്പോൾ ഇതിങ്ങനെ സോഷ്യൽ മീഡിയ. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം എരിവും പുളിയുമുള്ള കാര്യങ്ങൾക്ക് വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ അത് മറ്റൊരാളിനെ തെറി പറയുന്ന തമ്പായിക്കോട്ടെ, മറ്റൊരാളിനെ തെറി പറയുന്ന സെൻറ്റൻസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ മാർക്കറ്റുള്ള സമയമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിനെ പോലെയുള്ളൊരു വ്യക്തി ആദ്യം പറഞ്ഞു, പിന്നെ ഒരിക്കലും ഞാൻ മാപ്പ് പറയില്ല, കേസാണെങ്കിൽ കേസെന്ന് പറഞ്ഞു. പിന്നെ ചാനലിലും ഓൺലൈനിലൊക്കെ വന്ന് പറയുന്നത് എനിക്ക് പിഴവ് പറ്റിപ്പോയി, എനിക്കൊരു കുഴപ്പം പറ്റിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നാവ് പിഴയാന്ന് പറയുന്നു. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ പറയുന്നു, എളുപ്പമുണ്ടല്ലോ, രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് രാജ്യത്തിൻ്റെ ദേശവിരുദ്ധപരമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നാക്കുപിഴയാണ്. അത് നമ്മുടെ കൂബ കുട്ടന്മാർ കണ്ടില്ലേ, നമ്മുടെ കൂബ മുകുന്ദന്മാർ ദുബായിൽ പരിപാടി നടത്തിയിട്ട് അവസാനം പറഞ്ഞ് ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റിപ്പോയി, ഖേദിക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ പരിതാപകരമാണ് നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ. കഷ്ടമാണ് നമ്മുടെ രീതി. അപ്പോൾ തീർച്ചയായിട്ടും അഖിൽ മാരാറിനെ പോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും എയറിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ധാരാളമായി അദ്ദേഹത്തെ താഴെ നല്ല രസകരമായ ട്രോളുകൾ വന്നിട്ടുണ്ട്. ഇവനാരടാ, ഇവൻ സംഖ്യയാണോ, അരസംഖ്യ, മുറുസംഖ്യ, ഫുൾ സംഖ്യ എന്നൊക്കെ പറഞ്ഞ് സംഖ്യയാണോ? അപ്പോൾ അഖിൽ മാരാർ തന്നെ പറഞ്ഞു ഞാൻ സംഖ്യയാണ്, ജന്മം കൊണ്ട് ഞാൻ സംഖ്യയാണ്, കർമ്മം കൊണ്ട് ഞാൻ സംഖ്യ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി നിൽക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സെലിബ്രിറ്റി ആയാൽ, അത് നല്ല ക്യാരക്ടർ ചെയ്തിട്ട് സെലിബ്രിറ്റി ആയാലും കുഴപ്പമില്ല, മോശം ക്യാരക്ടർ ചെയ്താലും ഒരു സെലിബ്രിറ്റി ആയാൽ പിന്നെ നമുക്കിവിടെ അങ്ങ് തകർത്തടിക്കാം. നമുക്ക് സമൂഹത്തേക്ക് അങ്ങോട്ട് വല്ലാതെ വിമർശിച്ച് സകല പേരെയും, പിണറായിയെയും മോഡിയെയും സകല സംവിധാനത്തെയും നമുക്ക് എന്ത് ചെയ്യാം, തേറി പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നമുക്കൊരു പുതിയ രീതിയിൽ നമുക്കങ്ങ് പോകാം. ആവശ്യത്തിന് നമുക്ക് കുറച്ച് ആഡിയൻസും കൂടെ കയ്യിലുണ്ടെങ്കിൽ, കുറച്ച് പ്രേക്ഷകരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തും പറയാം. ദേശവിരുദ്ധത പറയാം, പാകിസ്ഥാനെക്കുറിച്ച് പറയാം, ബലൂചിസ്ഥാനെക്കുറിച്ച് പറയാം, കാശ്മീരിലെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാം, എന്ത് വേണോ നമുക്ക് ചെയ്യാം. ചോദിക്കുമ്പോൾ പിന്നെ അമ്മയുടെ കാര്യം, അച്ഛൻ്റെ കാര്യം, പട്ടിണി കിടന്ന കാര്യം, പിന്നെ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച കാര്യം, BJP പ്രവർത്തിച്ച സംഖ്യയിൽ പോയ കാര്യം, അല്ലെങ്കിൽ പട്ടിണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സിമ്പതി ഫാക്ടറും അടിക്കും. ഇതൊരു വലിയൊരു രസകരമായൊരു കഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു കൗതുകം.